Good morning, miss. Good morning, all. Good morning, Miss. Third module first chapter അല്ലേ miss? Clear ആയില്ല മാമിന്. Third module first chapter അല്ലേ miss? Discharge process. നിങ്ങൾ ഓരോ ചാപ്റ്റർ എടുത്ത് കഴിയുമ്പോ ഒന്ന് നിങ്ങളുടെ ഇല്ലേ മൊഡ്യൂൾ തിരിച്ചുള്ള ഓരോ ചാപ്റ്ററിന്റെ നെയിം പേരുകളില്ലേ പ്രിന്റ് ഉണ്ടോ? ഓരോ മൊഡ്യൂളിൽ ഇന്ന ചാപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞ ഉണ്ടോ നിങ്ങളുടെ അടുത്ത് പ്രിന്റ്? Yes, miss. അപ്പൊ ഓരോ ചാപ്റ്റർ കഴിയുമ്പോ അതിന്റെ നേരെ ഒന്ന് ടിക്ക് ഇട്ട് പോവാട്ടാ. Yes, ഇന്ന miss. ചാപ്റ്റർ അറിയാനായിട്ട്. അല്ലെങ്കിൽ ലാസ്റ്റ് ആവുമ്പോ കൺഫ്യൂഷൻ ആവും. Miss. Okay. എന്ത് പറ്റി കുറവാണല്ലോ 33 Good morning, miss. Good morning, Miss. ഡിസ്ചാർജ് പ്രോസസ് മൊഡ്യൂൾ 1-ലാണോ കിടക്കുന്നത്? 3-ലാണ് കേട്ടോ. എന്ന് വെച്ചാൽ എക്സാം ബോർഡിൽ നിന്നുള്ള ഇതനുസരിച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഓരോ മൊഡ്യൂളിലെയും ചാപ്റ്റേഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് 3rd മൊഡ്യൂളിലാണ് ഡിസ്ചാർജ് പ്രോസസ് വരുന്നത്. 3rd മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ. എനിക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം പോളിസി വരെയാണ് എടുത്തത്. അത് കംപ്ലീറ്റ് ആയില്ലേ? നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട്. ഡിസ്ചാർജ് പ്രോസസ് എങ്ങനെയാണ് എവിടെ മുതൽ എങ്ങനെയാണ് നടക്കുന്നത്? ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ഡിസ്ചാർജ് നമുക്ക് തരുന്നത് ആരാണ്? ഡോക്ടർ ആണ് അല്ലേ? ഡോക്ടർ നിർദ്ദേശപ്രകാരമല്ലേ ഡിസ്ചാർജ് ചെയ്യുന്നത്? ആണോ? ആണ്. പിന്നെ എന്തായിരിക്കും നടക്കുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും നടക്കുന്നത് ഡിസ്ചാർജ് പ്രോസസ്സിൽ? ഡോക്ടർ ഓർഡർ തരികയാണ് അല്ലെ? റിട്ടേൺ ഓർഡർ കൊടുക്കുകയാണ്. എന്താണ്? ഈ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യാം. നെക്സ്റ്റ് അടുത്തത് എന്തായിരിക്കും? അടുത്ത പ്രോസസ് എന്തായിരിക്കും? ഓക്കെ. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ഫസ്റ്റ് തന്നെ എന്താണ്? ഡോക്ടർ റിട്ടേൺ ഓർഡർ. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ഡോക്ടർ റിട്ടേൺ ഓർഡർ കൊടുക്കുക അല്ലെ? ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോ പേഷ്യൻസിനെ ചെക്കപ്പ് ചെയ്ത് അല്ലെ? പേഷ്യൻസ് എന്താണ് സ്റ്റേബിൾ ആയി അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവർ റിട്ടേൺ ആയിട്ടുള്ള ഓർഡർ കൊടുക്കുന്നു. അതിനുശേഷം എന്താ നടക്കുന്നത്? ഇൻഫോമിങ് അതർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ? മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിനെ ഇൻഫോം ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പേഷ്യൻസിന് അല്ലെ ചിലപ്പോ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഫാർമസിയിൽ നിന്ന് മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെ? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുകളിൽ എന്താണ് നഴ്സിംഗ് സർവീസുകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ? സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പല ഫെസിലിറ്റീസും ഇവർക്ക് ലഭ്യമായിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ബില്ല് ഓക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊസീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതർ ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിക്കുന്നത്. നെക്സ്റ്റ് റിട്ടേണിംഗ് ഓഫ് പേഷ്യൻസ് മെഡിക്കേഷൻ. ചിലപ്പോ എന്താണ് പേഷ്യൻസിന് ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അതുവരെ കൊടുത്ത മരുന്നുകള് ചേഞ്ച് ചെയ്യാം അല്ലെ? വീട്ടിലേക്ക് പോകുമ്പോ ഡോക്ടർ എന്ത് ചെയ്യാം? വേറെ പുതിയ മെഡിസിനുകൾ എഴുതി കൊടുക്കാം. അപ്പൊ എന്താണ് അവരെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉള്ള മെഡിസിൻസ് എന്ത് ചെയ്യുന്നവര് റിട്ടേണിംഗ് ഓഫ് പേഷ്യൻസ് മെഡിക്കേഷൻ. പേഷ്യൻസിന്റെ മരുന്നുകൾ റിട്ടേൺ ചെയ്യുന്നു, തിരിച്ച് ഫാർമസിയിലേക്ക് നൽകുന്നു.
നെക്സ്റ്റ് പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്. എന്ത് ചെയ്യുന്നു? ബില്ലുകള് തയ്യാറാക്കുകയും അത് പ്രോസസ് ചെയ്യാൻ അല്ലെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പ്രോസസ് ചെയ്യുകയും ബില്ലുകൾ തയ്യാറാക്കുകയും പ്രോസസ് ചെയ്യുന്നതാണ്. ബില്ല് തയ്യാറാക്കി ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ബില്ലുകൾ തയ്യാറാക്കി അത് ബില്ലിംഗ് സെക്ഷനിലേക്ക് അയക്കുന്നു. നെക്സ്റ്റ് പേഷ്യൻസിന്റെ അടുത്ത് എൻക്വയറി ചെയ്യാണ് അല്ലെ. എന്താണ്? ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ്. പേയ്മെന്റ് എങ്ങനെയാണ് നടത്തുന്നത്? ക്യാഷ് ആയിട്ടാണോ പേഷ്യൻസ് നൽകുന്നത്, അതല്ലെങ്കിൽ ഇൻഷുറൻസ് ആണോ അല്ലെ, ക്യാഷ്ലെസ് പ്രൊസീജിയർ ആണോ എന്നുള്ള കാര്യങ്ങള് അവർ ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡ്സ് ഇഫ് എനി. ഇപ്പൊ ചിലപ്പോ പേഷ്യൻസ് പറയാണ് ഇൻഷുറൻസ് ആണ്, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അത് അവരുമായി ഏത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് ആണോ, ഏത് ഇൻഷുറൻസ് ആണോ അവര് എടുത്തിരിക്കുന്നത് അവരുമായിട്ട് വെരിഫിക്കേഷൻ നടത്തുന്നു അല്ലെ. ആണോ? പരിശോധിച്ച് അവർ ഉറപ്പുവരുത്താണ്. നെക്സ്റ്റ് ഇൻഫോം വാട്ട്സ് ടു പേ ദ ബിൽ ബൈ പേഷ്യൻസ്. അതിനുശേഷം ഈ ഇൻഷുറൻസ് ആരെ അറിയിച്ചിട്ട് അവരെന്താണ് ബില്ലടക്കാൻ ഓക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, അല്ലെങ്കിൽ പേഷ്യൻസിന് ബില്ലൊക്കെ സെറ്റിൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പേഷ്യൻസിന് വിവരം അറിയിക്കണം അല്ലെ. ഇൻഫോം വാട്ട്സ് ടു പേ ദ ബിൽ ബൈ പേഷ്യൻസ്. എന്താണ്? ബില്ലിന്റെ രോഗിയെ കൊണ്ട് ബില്ല് അടപ്പിക്കാൻ വാർഡുകളെ അറിയിക്കുകയാണ് അല്ലെ. വാർഡിൽ അറിയിച്ചാലാണ് അവര് നമ്മുടെ അടുത്ത് വന്ന് പറയാറില്ലേ, നമ്മുടെ ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ നമ്മുടെ വാർഡില് അല്ലെങ്കിൽ റൂമിലാണെങ്കിൽ നേഴ്സ് വന്ന് പറയൂലേ ബില്ലൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, ബില്ല് അടച്ചോളാം എന്ന് പറയാറില്ലേ? ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? രോഗിയെ കൊണ്ട് ബില്ല് അടപ്പിക്കാൻ വാർഡിലെ അറിയിക്കുന്നു. നെക്സ്റ്റ് സെറ്റിൽമെന്റ് ഓഫ് ബിൽ. എന്താണ്? ബില്ല് സെറ്റിൽമെന്റ് ചെയ്യുന്ന, ബില്ല് അടക്കുന്നു. നെക്സ്റ്റ് കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻസ്. അതിനുശേഷം അവരെന്ത് ചെയ്യുന്ന മെഡിക്കേഷൻസ്, മരുന്നുകളെ ഡിസ്ചാർജിന്റെ സമയത്ത് ഡോക്ടർ അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്ന മരുന്നുകളെ കളക്ട് ചെയ്യുന്നു. എക്സ്പ്ലെയിൻ മെഡിക്കേഷൻ ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. മെഡിക്കേഷൻസ് എങ്ങനെയാണ് മരുന്നുകൾ കഴിക്കേണ്ടത്, ഡിസ്ചാർജ് സമയത്ത് എഴുതി കൊടുത്തിരിക്കുന്ന മരുന്നുകൾ എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടതെന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, വിശദീകരിച്ച് കൊടുക്കുന്നു. കൂടാതെ എന്താണ്? അവർക്ക് ഡിസ്ചാർജ് സമ്മറി നൽകുന്നു. നെക്സ്റ്റ് അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്. അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതം ആവശ്യമുണ്ട്, അവർക്ക് വല്ല ആംബുലൻസോ അങ്ങനെ എന്തെങ്കിലും ഗതാഗതം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യൻസ് ഫ്രം ഹിസ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഡിസ്ചാർജിന്റെ ഡോക്യുമെന്റേഷൻ അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ഇന്ന പേഷ്യൻസിനെ ഇത്ര തീയതി ഡിസ്ചാർജ് ചെയ്തു അല്ലെ, ഇന്ന മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഡോക്യുമെന്റേഷൻ നൽകിയിട്ട് അവരെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു, മാറ്റുന്നു. ക്ലിയർ ആയോ? ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ. ഫസ്റ്റ് എന്താണ്? ഡോക്ടർ റിട്ടൺ ഇൻസ്ട്രക്ഷൻ ഓർഡറുകൾ എടുക്കുന്ന പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും വിവരം അറിയിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന്റെ ബില്ലുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നെക്സ്റ്റ് എന്താണ്? പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ആക്കിയ സമയത്ത് അവർക്ക് കൊടുത്തിരിക്കുന്ന മെഡിസിനുകൾ എന്ത് ചെയ്യാ? റിട്ടേൺ ചെയ്യുന്നു, ഫാർമസിയിലേക്ക് കൊടുക്കുന്നു. നെക്സ്റ്റ് പ്രിപ്പറേഷൻ എന്താണ്? ബില്ലുകൾ തയ്യാറാക്കുകയും അത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ബില്ലിംഗ് സെക്ഷനിലേക്ക് അയക്കുകയും ചെയ്യുന്നു, പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? പേഷ്യൻസിനോട് എൻക്വയറി ചെയ്യാണ് അല്ലെ. ക്യാഷ് ചെക്ക് എന്താണ്? പേയ്മെന്റ് എങ്ങനെയാണ്, ഇൻഷുറൻസ് ആണോ അതല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് ഏത് ഇൻഷുറൻസ് ആണ് അവർ എടുത്തിരിക്കുന്നത് അതുമായി അതിന്റെ വെരിഫിക്കേഷൻ നടത്തുന്നു, പരിശോധന നടത്തുന്നു. നെക്സ്റ്റ് അതിനുശേഷം എന്താണ്? ബില്ലൊക്കെ ഓക്കെ ആയി, എല്ലാ ബില്ലും സെറ്റിൽ ആയി കഴിഞ്ഞാല് എന്ത് ചെയ്യാം? വാർഡില് വിവരം അറിയിക്കുന്നു. ഈ പേഷ്യൻസിന്റെ ബില്ലുകളെല്ലാം സെറ്റിൽ ആയിട്ടുണ്ട്, അവരോട് വന്ന് ബില്ല് അടക്കാൻ പറയൂ എന്ന് പറഞ്ഞ് വാർഡുകളിൽ വിവരം അറിയിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ബില്ല് സെറ്റിൽമെന്റ് ചെയ്യുന്നു, ബില്ല് അടക്കുന്നു. നെക്സ്റ്റ് എന്താ? അതിനുശേഷം കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻ. അതിനുശേഷം എന്താണ്? ഫാർമസിയിൽ ചെന്ന് ഇവർക്ക് ഡിസ്ചാർജിന്റെ സമയത്ത് എഴുതി കൊടുത്തിരിക്കുന്ന മെഡിസിനുകൾ കളക്ട് ചെയ്യുന്നു, വാങ്ങിക്കുന്നു. അപ്പൊ അവരെന്ത് ചെയ്യും? മെഡിസിൻ എങ്ങനെയാണ് കഴിക്കേണ്ടത് അല്ലെ, ഏതൊക്കെ ടൈമിൽ കഴിക്കണം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു.
കൂടാതെ അവർക്ക് എന്താണ് ഡിസ്ചാർജ് സമ്മറിയും നൽകുന്നു. നെക്സ്റ്റ് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ് കിടപ്പ് രോഗികളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുള്ള സർജറി കഴിഞ്ഞ പേഷ്യൻസോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ആംബുലൻസോ അങ്ങനെ എന്തെങ്കിലും ഗതാഗത സൗകര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്താണ് അവര് വാർഡിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവർ വീൽ ചെയേഴ്സ് ആവശ്യമായിട്ട് വരാം അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. നെക്സ്റ്റ് എന്താണ് ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അവരെ ഡോക്യുമെന്റേഷൻ ഡിസ്ചാർജ് ചെയ്തതിന്റെ രേഖകള് എൻ്റർ ചെയ്യുകയും കൂടാതെ അവരെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് വാട്ട് ഈസ് ഡിസ്ചാർജ് സമ്മറി? ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആരാ തയ്യാറാക്കുന്നത്? ഡിസ്ചാർജ് സമ്മറി ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? ഡോക്ടർ അല്ലെ. ഇവരെ കൺസൾട്ട് ചെയ്തിരുന്ന അല്ലെ ഈ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഡോക്ടർ ആയിരിക്കും ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്നത് അല്ലെ. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക? ഡിസ്ചാർജ് സമ്മറി കണ്ടിട്ടുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും അറിയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡിസ്ചാർജ് സമ്മറി? ഡേറ്റ് ഓഫ് അഡ്മിഷൻ, മെഡിസിൻ, ഏതൊക്കെ മെഡിസിന് രോഗിക്ക് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർക്ക് നടത്തിയിട്ടുണ്ട് അല്ലെ. ഡിസ്ചാർജ് എന്ന് നടത്തി, ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലെ. പിന്നെ എത്രയുള്ളൂ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇവര് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്നത്? ഒരു പ്രൈമറി മറ്റൊരു ഹോസ്പിറ്റലിൽ പോയാല് അവിടുത്തെ അല്ലെ അവര് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ലെ ഈ പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അല്ലെ, ഇവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഇവർ കണ്ടിന്യൂസ് ആയി ഏതൊക്കെ മെഡിസിനുകൾ കഴിക്കുന്നുണ്ട് അല്ലെ, അതിനുവേണ്ടിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മോഡാണ് അല്ലെ ഡിസ്ചാർജ് സമ്മറി അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഡിസ്ചാർജ് സമ്മറിയിൽ പറയുന്നത്. സിമ്പിൾ അല്ലേ? നോക്കിയേ, വാട്ട് ഈസ് ഡിസ്ചാർജ് സമ്മറി? ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിസ്ചാർജ് സമ്മറി ഈസ് എ ക്ലിനിക്കൽ റിപ്പോർട്ട്. ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. prepared by a health professional at the conclusion of hospital stay. Hospital stay കൺക്ലൂഷൻ ആയി ഉപസംഹാരമായി ലാസ്റ്റ് അവർ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു കൺക്ലൂഷൻ ആയി ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഡോക്ടർ എഴുതുന്ന രേഖയെയാണ് ഡോക്ടർ തയ്യാറാക്കുന്ന ഒരു കൺക്ലൂഷനെയാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് അല്ലെ. കൺക്ലൂഷൻ അല്ലേ, അവർക്ക് എന്തൊക്കെ മെഡിസിൻ കൊടുത്തിട്ടുണ്ട് അല്ലെ, കൊടുക്കുന്നുണ്ടെന്നാണ് കൊടുത്തു, അവര് അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു അല്ലെ, അവർക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തി അല്ലെ, ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ആ പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അല്ലെ, ഇതൊക്കെ ഉൾപ്പെടുത്തുന്നതില്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ താമസിച്ച് അവരവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തയ്യാറാക്കുന്ന ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഒരു ഡോക്ടർ തയ്യാറാക്കുന്ന ഒരു കൺക്ലൂഷൻ ആണ് discharge summary. It is often the primary mode of communication between the hospital healthcare team and aftercare providers. ഇതൊരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, ആശയവിനിമയമാണ്. ആരൊക്കെ തമ്മിലുള്ളതാണ് ഈ കമ്മ്യൂണിക്കേഷൻ? ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ കെയർ ടീം, അവരെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഹോസ്പിറ്റലിലെ ടീമും അവിടുത്തെ ആളുകളും ആൻഡ് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് അല്ലെ, പിന്നീട് അവർക്ക് പരിചരണം കൊടുക്കുന്ന ആളുകളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്
ഡിസ്ചാർജ് സമ്മറി. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ ഡിസ്ചാർജ് സമ്മറി ഒക്കെ നമ്മൾ വീണ്ടും ആ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ പുതിയ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ കാണിക്കാറുണ്ടോ? ഡിസ്ചാർജ് സമ്മറി കാണിക്കില്ലേ? അതല്ലെങ്കിൽ വീണ്ടും ആ ഹോസ്പിറ്റലിൽ വീണ്ടും കൊണ്ടുവരേണ്ടി വന്നാലും നമ്മൾ ആ ഡിസ്ചാർജ് സമ്മറി കാണിക്കും. എന്തിനു വേണ്ടിയാണ് അങ്ങനെ കാണിക്കുന്നത്? അതിൽ നോക്കിക്കഴിഞ്ഞാല് ആ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ, ഈ പേഷ്യൻസിന്റെ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഇവരെ എന്താണ് റിക്കവറി ചെയ്യാനായിട്ട് ഇവർക്ക് എന്ത് മെഡിസിൻ കൊടുക്കാൻ സാധിക്കും അല്ലെ, അവർക്ക് എന്തെങ്കിലും അലർജീസ് ഉണ്ടോ അല്ലെ, അതറിയാൻ സാധിക്കും. ഇവരെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അല്ലെ, അതൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതെന്താണ്? ഒരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ള? ഹോസ്പിറ്റലിൽ ഇവരെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഹോസ്പിറ്റലിലെ ടീമും അവർക്ക് പിന്നീട് ട്രീറ്റ്മെന്റുകൾ ചികിത്സകൾ നൽകുന്ന ആളുകളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ദ ഡിസ്ചാർജ് സമ്മറി ഷാൾ ഇൻക്ലൂഡ്. ഡിസ്ചാർജ് സമ്മറിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? ദ റീസൺ ഫോർ അഡ്മിഷൻ. എന്ത് കാരണം കൊണ്ട്, എന്ത് അസുഖം കൊണ്ടാണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയത്? സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്. എന്തൊക്കെ കാര്യങ്ങൾ ഇവര് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ പേഷ്യൻസിനെ കുറിച്ച്? എന്തെങ്കിലും അസുഖങ്ങൾ ഇവർക്കുണ്ടോ അല്ലെ, ഇവര് ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങള് ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ചു? അങ്ങനെയുള്ള സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്. ഡയഗ്നോസിസ്. എന്താണ്? രോഗനിർണയം ഉണ്ടായിരിക്കും. ആൻഡ് പേഷ്യൻസ് കണ്ടീഷൻ ആയിട്ട് ഡിസ്ചാർജ്. ഡിസ്ചാർജിന്റെ സമയത്ത് പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടയക്കുന്ന സമയത്ത് പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. കൂടാതെ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, ഇവർക്ക് എന്തെങ്കിലും അന്വേഷണം, അതായത് ലാബ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം റിസൾട്ട്, ലബോറട്ടറി റിസൾട്ടുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, ദ മെഡിക്കേഷൻ ഗിവൺ ആൻഡ് ദ പ്രൊസീജിയേഴ്സ് ഡൺ ഇഫ് എനി. അവർക്ക് ഏതൊക്കെ മെഡിസിനുകൾ ആ സമയത്ത് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ്, ഇപ്പൊ എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ടോ, കൊളോണോസ്കോപ്പി ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ട്രാക്കിയോസ്റ്റമി ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അവർക്ക് ചെയ്തിട്ടുണ്ട്, അതിനെ കുറിച്ചുള്ള വിവരങ്ങളും അതിന്റെ റിസൾട്ടുകളും ഉണ്ടായിരിക്കും. ഫോളോ അപ്പ് അഡ്വൈസ് അല്ലെ, ഫോളോ അപ്പ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെ, ഇന്ന ദിവസം കഴിയുമ്പോൾ വരണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, ചില ഡിസ്ചാർജ് സമ്മറിയിൽ CD വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? CD ഈ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് കഴിയുമ്പോ നമുക്കിപ്പോ CD അവർ തരാറുണ്ട് ഹോസ്പിറ്റലിൽ. എക്സ്ട്രാ ഒരു പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാല് നമുക്ക് CD റെഫർ ചെയ്യും, CD തരും. അപ്പൊ അതിലെന്ത് ചെയ്യും? ഈ ഇതൊക്കെ എന്ത് ചെയ്യും? ഈ ഡിസ്ചാർജ് സമ്മറിയിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? അപ്പൊ നമ്മൾ വീണ്ടും ഇവർക്ക് എന്തെങ്കിലും ഇതേപോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? ഡോക്ടേഴ്സിന് പിന്നെ കാണിക്കുന്ന ഡോക്ടേഴ്സിന് ആ CD ഇട്ട് കഴിഞ്ഞാൽ അവരുടെ വിവരങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ സാധിക്കും. ഇപ്പൊ പ്രൊസീജിയർ ചെയ്യുമ്പോഴും അതിന് നമുക്ക് CD തരുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ നിന്ന്. MRI സ്കാന്. ഓക്കെ. ഫോളോ അപ്പ് അഡ്വൈസ് അല്ലെ, ഇപ്പൊ എന്തെങ്കിലും ചിലപ്പോ ഹോസ്പിറ്റലിൽ പറയാം 2 ആഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടി വരണം അല്ലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിക്കണമെന്നൊക്കെ ഫോളോ അപ്പ് അഡ്വൈസുകൾ തരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. മെഡിക്കേഷൻസ് ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻസ്. എന്താണ്? ഇപ്പൊ ഈ ഹാർട്ട് പേഷ്യൻസ് അവർക്ക് ഈ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ നാക്കിന്റെ അടിയിലിടാനുള്ള ഗുളികകളൊക്കെ കൊടുക്കാറുണ്ട്. അറിയോ അതൊക്കെ? അത് പെട്ടെന്ന് എന്തെങ്കിലും കുഴച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം, അപ്പൊ അവര് ആ ബ്ലഡ് സർക്കുലേഷൻ ഓക്കെ ആവാൻ വേണ്ടിയിട്ട് അറിയോ അതൊക്കെ? അല്ലെങ്കിൽ സ്ട്രോക്ക് ഉള്ള പേഷ്യൻസിനൊക്കെ കൊടുക്കാറുണ്ട്. അവർക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് വിയർക്കുക, തലകറങ്ങുക, അങ്ങനെയൊക്കെ വരുമ്പോ ആ മെഡിസിൻ ഇങ്ങനെ നാവിന്റെ അടിയിലിട്ട് ഒന്ന് BP ഉള്ള പേഷ്യൻസിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ മെഡിക്കേഷൻസ് ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻസ്, അതിനുള്ള എന്തെങ്കിലും മെഡിക്കേഷൻസോ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസോ ഉണ്ട്. ആൻഡ് ഹൗ ടു ഒബ്റ്റെയിൻ അർജന്റ് കെയർ ഇൻ ആൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ. എന്താണ്? ഇപ്പൊ ഒരു പേഷ്യൻസിന് ഒരു അർജന്റ് സിറ്റുവേഷനിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി,
അപ്പൊ അവർക്ക് അറിയണം അല്ലെ പേഷ്യൻസിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് പെട്ടെന്ന് നൽകാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഈ ഡിസ്ചാർജ് സമ്മറിയില് ഈ ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഡിസ്ചാർജ് സമ്മറി ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു, ഡിസ്ചാർജ് സമ്മറി കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ മിസ് എടുക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. അത് ആ ചാപ്റ്റർ പോലെ തന്നെ ഒരു ഡിസാസ്റ്റർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ്സിൽ ഇരിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ മിസ്സിന്റെ അടുത്ത് അപ്പൊ തന്നെ ചോദിക്കുക. മിസ് പരമാവധി നിങ്ങൾക്ക് സിമ്പിൾ ആക്കി പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? തേർഡ് മൊഡ്യൂൾ എങ്ങനെയുണ്ട്? ചാപ്റ്റേഴ്സ് തുടങ്ങിയില്ല. ഡിസ്ചാർജ് പ്രോസസ് സിമ്പിൾ ആണ്. ബാക്കി ചാപ്റ്റേഴ്സ് എങ്ങനെയുണ്ട്? ടഫ് ആണ് അല്ലേ? തേർഡും ഫോർത്തും മൊഡ്യൂള് കുറച്ച് ടഫ് ആണ്. എന്നാലും പ്രശ്നമില്ല. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ പരമാവധി ലെഫ്റ്റ് ചെയ്യാതെ പരമാവധി ക്ലാസ് അറ്റൻഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസാസ്റ്റർ ദുരന്തം. ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താ? അപകടം. എന്തൊക്കെ അപകടങ്ങളുണ്ട് ദുരന്തത്തിൽ? എന്തൊക്കെ അപകടങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം? ബാക്കി ആരില്ല? ഫയർ അല്ലെ? പിന്നെ എന്താണ്? ഇപ്പൊ അടുത്ത് വയനാട് ഒരു ദുരന്തം നടന്നല്ലോ അല്ലെ? ഫ്ലഡ് അല്ലെ? ഉരുൾപൊട്ടൽ അല്ലെ? ആണോ? പിന്നെ ഏതൊക്കെ ഉൾപ്പെടുത്താം? വെഹിക്കിൾ അല്ലെ? ഓക്കെ. ഓട്ടോമൊബൈൽ ആക്സിഡന്റുകൾ അല്ലെ? ലാൻഡ് സ്ലൈഡ്, എക്സ്പ്ലോഷൻ. ഓക്കെ. എയ്റോപ്ലെയിൻ എക്സ്പ്ലോഷൻ അല്ലെ? എയ്റോപ്ലെയിൻ ആക്സിഡന്റുകൾ, ബോംബ് അല്ലെ? സുനാമി ഡിസാസ്റ്റർ അല്ലേ? ആണോ? വാതക ചോർച്ച എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേട്ടിട്ടില്ലേ? അതൊരു മേജർ ഡിസാസ്റ്റർ ആണ് അല്ലേ? ട്രെയിൻ ആക്സിഡന്റുകൾ അല്ലേ? അപ്പൊ ഇത് എന്തിനൊക്കെയാണ് ഈ ഡിസാസ്റ്റർ കാരണമാകുന്നത്? എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ? മരണം അല്ലെ? ഹ്യൂമൻ ലൈഫ് ലോസ് സംഭവിക്കുന്നുണ്ട് അല്ലെ? മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? പാരിസ്ഥിതിക ഹാൻഡിക്യാപ്പ്. ഒരുപാട് രീതിയിൽ അവർക്ക് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവർക്ക് എന്താണ്? ഹെൽത്തിന് ഡാമേജുകൾ അല്ലെ? ഹാൻഡിക്യാപ്ഡ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ അവരെ ബാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? നാശങ്ങൾ വരുത്തുന്നുണ്ടോ? പലതരത്തിലുള്ള അല്ലെ? എക്കണോമിക്കലി സോഷ്യലി അല്ലെ? ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുത്തുന്നുണ്ട് അല്ലെ? പിന്നെന്താണ്? പരിസ്ഥിതിക്ക് എന്തെങ്കിലും നാശങ്ങൾ വരുത്തുന്നുണ്ടോ? എൻവിയോൺമെന്റ് പൊല്യൂഷൻ നടത്തുന്നുണ്ട് അല്ലെ? ഇപ്പൊ നോക്കിയേ, വയനാട് ആ ഉരുൾപൊട്ടൽ സംഭവിച്ച സ്ഥലത്ത് എത്ര വീടുകൾ ഉണ്ടായതാണ്. ഇപ്പൊ അവിടെ എങ്ങനെയാണ് കിടക്കുന്നത്? തരിശുഭൂമിയായി അല്ലേ? എല്ലാരും കുത്തിയൊലിച്ച് വന്ന് ആ ഭാഗം ഇപ്പൊ എങ്ങനെയാ കിടക്കുന്നത്? തരിശുഭൂമിയായില്ലേ? അപ്പൊ പാരിസ്ഥിതിക വിഘ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? പിന്നെന്താണ്? ഹെൽത്ത് സർവീസുകൾക്ക് അപജയങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും വരുന്നില്ലേ?
പിന്നെ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു ഡിസാസ്റ്റർ, ആ ഒരു അപകടം നടന്ന സ്ഥലത്ത് മാത്രമുള്ള ആളുകളെയാണ് അത് ബാധിക്കുന്നത്? ആണോ? അല്ല, അതുമായി ബന്ധപ്പെട്ട് അല്ലെ അതിന് ചുറ്റുപാടുമുള്ള ആളുകളെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് എന്ത് പറയാം? എന്തെങ്കിലും നാശങ്ങൾ വരുത്താം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും പാരിസ്ഥിതിക വിഘ്നങ്ങൾ വരുത്താം, അതല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ മനുഷ്യ ജീവന്റെ നഷ്ടങ്ങൾ വരുത്താം, അതല്ലെങ്കിൽ എന്താണ് ആരോഗ്യ സേവനങ്ങളുടെ നിലവാര തകർച്ചയിൽ, അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സമൂഹത്തെ അതല്ലെങ്കിൽ അതിന് ചുറ്റുപാടുമുള്ള ആളുകൾക്ക് എന്താണ് അസാധാരണമായ വിധം പ്രതികരണങ്ങൾ ഉണ്ടാക്കാം അല്ലെ, റെസ്പോൺസ് ഉണ്ടാക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ എന്ന് പറയാം അല്ലെ, ദുരന്തം എന്ന് പറയാം. ഇല്ലേ? പറയാമോ? അപ്പൊ വേൾഡ് ഹെൽത്ത്, അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞത് എന്താണെന്നാ? ഒരു ഡെഫിനീഷൻ ആണ് നിങ്ങൾ പറഞ്ഞത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസാസ്റ്ററിനെ കുറിച്ച് പറയുന്ന ഒരു ഡെഫിനീഷൻ ആണ്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഓക്കെ, മിസ് ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടില്ല, അത് ഇൻട്രൊഡക്ഷൻ തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റേഴ്സ്. ഡിസാസ്റ്റർ ഇന്നോ ഇന്നലെയോ വന്നതാണോ? ആണോ? അല്ല അല്ലെ. എന്താണ്? മനുഷ്യരാശിയുടെ ചരിത്രം മുതൽ അല്ലെ, പണ്ട് മുതലേ ഉണ്ടല്ലോ ഡിസാസ്റ്റർ, ദുരന്തങ്ങള്, യുദ്ധങ്ങളായിട്ടുണ്ട് അല്ലെ, പ്രളയങ്ങളായിട്ടുണ്ട് അല്ലെ, ബോംബ് ആറ്റം ബോംബുകളായിട്ടുണ്ട് അല്ലെ, പല രീതിയിലല്ലേ നമ്മ ഹിസ്റ്ററിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് നോക്കിയേ, disaster have been in existence ever since the history of mankind. എന്താണ്? മനുഷ്യരാശിയുടെ ചരിത്രം മുതൽ എന്താണ് ദുരന്തങ്ങൾ നിലവിലുണ്ട് ഇല്ലേ? വാറുകൾ, യുദ്ധങ്ങളായിട്ടും അല്ലെ,
കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത്? മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല. ഒരു മിനിറ്റ് ട്ടോ മിസ് നോക്കട്ടെ. ഓക്കെ ആണോ? സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് പറയുന്നത് എന്താണ് അല്ലേ? ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇപ്പൊ ഒരു ഫ്ലഡ് ഉണ്ട്. സ്ക്രീൻ കാണുന്നില്ല. ഒരു മിനിറ്റ് മിസ് ഒന്ന് നോക്കട്ടെ. ഇപ്പൊ ഓക്കെ ആയോ? കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത്? മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഒരു ദുരന്തം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫ്ലഡ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു എന്താണ് സുനാമി സംഭവിച്ചു. അപ്പൊ എന്താണ് പിന്നീട് അവിടെയുള്ള ജനങ്ങൾ എന്തായിരിക്കും? ആ വിധിക്ക് അനുസൃതമായിട്ടായിരിക്കും അല്ലെ ജീവിക്കുന്നത്, അല്ലേ? ആണോ? ആണ്. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? and have molded the destiny of the earth and its people. ആ എർത്തും അങ്ങനെയായിരിക്കും. ആ ഭൂപ്രദേശം അതിനനുസരിച്ചല്ലേ വരുന്നേ. ഇപ്പൊ നമ്മ വയനാട് ദുരന്തം പറഞ്ഞാൽ ഇപ്പൊ എന്തായി? ആ ഭൂപ്രകൃതി അങ്ങനെ ആയില്ലേ? ആ മണ്ണിടിച്ചില് സംഭവിച്ച ആ ഭാഗം എങ്ങനെയായി? ഇപ്പൊ തരിശുഭൂമി പോലെ ആയില്ലേ? അപ്പൊ എന്താണ്? ആ അവിടുത്തെ എർത്തിനെയും ഭൂമിയെയും അവിടുത്തെ മനുഷ്യരെയും എന്താണ് ആ വിധിക്ക് അനുസൃതമായിട്ട്, ആ ഡിസാസ്റ്ററിന് അനുസൃതമായിട്ട് വാർത്തെടുക്കുന്നു, മോൾഡ് ചെയ്യുന്നു. Next, the disaster event affects every community and no community is free from it. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും ബാധിക്കില്ലേ? അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണ്, അല്ലെങ്കിൽ അവര് വലുതാണ്, മുതിർന്നവരാണ്, അല്ലെങ്കിൽ അതൊരു പ്രായം ചെന്ന ആളുകളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റുമോ? നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്? ഒരു ഡിസാസ്റ്റർ എഫക്റ്റ് ഒരു പ്രത്യേക ഒരു ഏരിയയില് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ, അത് നമുക്ക് മാറ്റി നിർത്താം. നമ്മ എന്താണ് മുൻകരുതൽ എടുക്കുന്നതാണ് അല്ലെ? അലേർട്ടുകൾ തന്നിട്ട് നമ്മ മുൻകരുതൽ എടുത്തിട്ട് നമ്മ മാറ്റി നിർത്തുന്നതാണ്. അല്ലാണ്ട് ഭൂമി മാറ്റി നിർത്തുന്നതാണോ? സുനാമി വന്നിട്ട് ആ സുനാമി മാറ്റി നിർത്തുന്നതാണോ? അല്ല. അതാ മിസ് പറഞ്ഞത് എന്താണ്? ദ ഡിസാസ്റ്റർ ഇവന്റ് എഫക്ട്, ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യുന്നുണ്ട് ആരെ? എവരി കമ്മ്യൂണിറ്റിയിലെ എല്ലാ കമ്മ്യൂണിറ്റിയും എല്ലാ സമൂഹത്തെയും ബാധിക്കുന്നുണ്ട്. ആൻഡ് നോ കമ്മ്യൂണിറ്റി ഈസ് ഫ്രീ ഫ്രം ഇറ്റ്, ഒരു സമൂഹത്തെയും അതിൽ നിന്ന് ഫ്രീ ആക്കുന്നില്ല അല്ലെ, മാറ്റി നിർത്തുന്നില്ല. The disaster may be the second major human problem after war. എന്താണ്? യുദ്ധം കഴിഞ്ഞാല് സെക്കൻഡ് ആയിട്ടുള്ള ഒരു മേജർ പ്രോബ്ലം, ഒരു വലിയ ഹ്യൂമൻ പ്രശ്നം, മനുഷ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസാസ്റ്റേഴ്സ് ആണ് അല്ലെ? ഇപ്പൊ നമ്മ പറയാം ഒരു ഫ്ലഡ് വന്നു 2018 അല്ലെ? 2000 ആണോ? ഫ്ലഡ് വന്നു. അതിനുശേഷം നമ്മ ഒന്ന് റിക്കവറായി വന്നപ്പോഴേ അടുത്ത പ്രശ്നം വന്നു. എന്തായിരുന്നു അടുത്ത പ്രശ്നം? എന്തായിരുന്നു? കൊറോണ അല്ലെ? വയനാട് വന്നു, കൊറോണ വന്നു ഇല്ലേ? എല്ലാവരെയും നല്ല രീതിയിൽ എഫക്ട് ചെയ്തില്ലേ കൊറോണയൊക്കെ? എന്താണ് സാമ്പത്തികമായിട്ട് അല്ലെ, സോഷ്യലി ഇല്ലേ, ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ യുദ്ധം കഴിഞ്ഞാല് മനുഷ്യരാശിയെ ബാധിക്കുന്ന വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഡിസാസ്റ്റേഴ്സ് ആണ്, ദുരന്തങ്ങളാണ്. ഓക്കെ.
in respect of monetary damage and the number of people killed or affected. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? monetary damage ലെ നമുക്ക് എന്താണ് നമ്പർ ഓഫ് പീപ്പിൾസിന് ഒരുപാട് ജനങ്ങളെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്, കൂടാതെ അവരെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ചിലരുടെ വീടുകൾ പോകുന്നുണ്ട്, തകർന്നു പോകുന്നുണ്ട് അല്ലെ. ചിലരുടെ സമ്പത്തുകൾ നശിച്ചു പോകുന്നുണ്ട് അല്ലെ. ചിലരുടെ ഹെൽത്തിന് എന്താണ് എന്തെങ്കിലും ഹാൻഡിക്യാപ്പ് സംഭവിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവരെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഡിസാസ്റ്റർ എന്താണ്? ആളുകളെ ധനപരമായും അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മരിച്ചു പോകുകയോ അല്ലെങ്കിൽ അവരെ മറ്റു രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. മില്യൺസ് ഓഫ് people fall victim annually by natural disaster and result in a number of death, suffering and economic losses. എന്താണ്? ഒരുപാട് മില്യൺസ് ഓഫ് പീപ്പിൾ, ഒരുപാട് ജനങ്ങളുടെ ആളുകള് ഈ ഓരോ വർഷവും ഈ നാച്ചുറൽ ഡിസാസ്റ്റർ ദുരന്തങ്ങൾക്ക് എന്താണ് വിക്ടിം ആവുന്നുണ്ട് അല്ലെ, സാക്ഷികളാവുന്നുണ്ട്. ഒരുപാട് പേര് അത് ബാധിക്കുന്നുണ്ട്. ഇവിടെ മാത്രമാണോ, കേരളത്തിൽ മാത്രമാണോ ഡിസാസ്റ്റർ സംഭവിക്കുന്നത്, ദുരന്തങ്ങള്? ഓൾ നേഷൻ അല്ലെ, ഓൾ നേഷൻ എല്ലാ രാജ്യങ്ങളിലെ ബാധിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? അപ്പൊ മില്യൺസ് ഓഫ് പീപ്പിൾ, ഒരുപാട് ജനങ്ങൾ എന്താണ് ഈ ഡിസാസ്റ്ററിന്റെ വിക്ടിം, സാക്ഷികളാവുന്നുണ്ട്. എന്താണ്? ആസ് എ റിസൾട്ട്, ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഡെത്ത് അല്ലെ, ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. പിന്നെ എന്താണ്? സഫറിങ്, ഒരുപാട് ആളുകള് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഗസയില് എന്താണ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഇസ്രായേലിലും. അവിടെ എന്തോരം ആളുകൾ അതിനു വേണ്ടി അല്ലെ ദുരന്തം അനുഭവിക്കുന്നുണ്ട്. അതല്ല സൊമാലിയയില് എന്താണ് ഭക്ഷണക്ഷാമങ്ങൾ അല്ലെ, അതൊരു ദുരന്തമാണ്. സൊമാലിയ പീപ്പിൾസ്, അവർക്ക് ഭക്ഷണം ലഭിക്കാണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? നമ്മ ഡെയിലി യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നോക്കുന്നതാണ്. അവിടുത്തെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? എന്താണ് അവർക്ക് ഭക്ഷണം കിട്ടാതെയാണ് അവർക്ക് ആ ഒരു ഇത് വരുന്നത്. 5 വർഷം കൂടുമ്പോഴേക്കാണ് അവർക്ക് മഴ ലഭിക്കുന്നത്. എന്താണ് ഒരുപാട് ആളുകള് 1 place to another അവരെന്താണ് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ എന്താണ് എക്കണോമിക് ലോസസ് അല്ലെ, സാമ്പത്തികപരമായ ലോസസ് സംഭവിക്കുന്ന നഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട്. And the poorest countries are mostly affected by these disasters economically and socially. എന്താണ് ഇത് കൂടുതലായിട്ട് നമ്മളൊക്കെ അതിന് റിക്കവർ ചെയ്തു അല്ലെ. ഇപ്പൊ സുനാമി സംഭവിച്ചു, ഫ്ലഡ് സംഭവിച്ചു, അതെല്ലാം കൊറോണ സംഭവം, അതിനൊക്കെ റിക്കവർ ആയി വന്നില്ലേ? വന്നു. പക്ഷെ എന്താണ് പൂറസ്റ്റ് കൺട്രീസിന് എന്ത് വെച്ചുന്നുണ്ട്? ഏറെക്കുറെ റിക്കവർ ആയി വന്നത്, ഇങ്ങനെ റിക്കവർ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ പക്ഷെ എന്താണ് പൂറസ്റ്റ് കൺട്രീസിന് എന്ത് ചെയ്യുന്നത്? ഇത് മോസ്റ്റ്ലി ഭയങ്കര രീതിയിൽ അവരെ ബാധിക്കുന്നുണ്ട്, ഈ ഡിസാസ്റ്റേഴ്സ് ബാധിക്കുന്നുണ്ട്. സോഷ്യലി ആൻഡ് എക്കണോമിക്കലി എന്താണ് സാമ്പത്തികപരമായും സാമൂഹികപരമായും അവരെ ഒരുപാട് രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ. Disaster management can be defined as the organization and management of resources and responsibilities for dealing with all humanitarian aspects of emergencies, in particular preparedness, response and recovery in order to reduce the after effects of diseases. Disaster management, ഒരു മാനേജ്മെന്റ്, ഡിസാസ്റ്റർ അല്ല, ഒരു മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, അപ്പൊ നമ്മളൊരു മാനേജ്മെന്റ് ഉണ്ടാക്കും അല്ലെ. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? പ്ലാൻ ചെയ്യുക അല്ലെ. എന്താണ് ആ പ്രവർത്തനങ്ങൾ അല്ലെ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ഫെസിലിറ്റീസ് കൊടുക്കുക, അത് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടല്ലേ ആ പ്രവർത്തനം, അവര് നടത്തുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനങ്ങൾ സക്സസ് ആവാൻ വേണ്ടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാം. എങ്ങനെയാണ് മാനേജ് ചെയ്യാം?
അത് ബാധിച്ച ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? മുൻകരുതൽ എടുക്കണം, പ്ലാൻ ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. അതേപോലെ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നത്? എന്താണ്? ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ്, അല്ലെ? റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു മുൻകരുതല്. പിന്നെ എന്താണ്? പ്രതികരണം, റെസ്പോൺസ്. റെസ്പോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എല്ലാവരും മിണ്ടാതിരിക്കും. ഇപ്പൊ വയനാട് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞപ്പോ എന്തോരം ആളുകൾ ചെന്ന്, എത്ര സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ചെന്ന് അവരെ സഹായിക്കാൻ ചെന്നു. അതെന്താണ്? ഒരു റെസ്പോൺസ് ആണ്, അല്ലേ? സഹായിക്കാൻ എല്ലാ പ്രതികരണങ്ങളൊക്കെ തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ. അവരെ നമുക്ക് വീണ്ടെടുക്കണ്ടേ? ആ പ്രദേശത്തെ ജനങ്ങളെ വീണ്ടെടുക്കണം, അല്ലെ? അവരെ തിരിച്ച് നമുക്ക് ലൈഫിലേക്ക്, ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടേ? ബ്ലഡ് കൊടുത്തു, മെഡിസിൻ കൊടുത്തു, അല്ലെ? അവർക്ക് വേണ്ട പാർപ്പിടങ്ങൾ കൊടുക്കാനായിട്ട്, അല്ലെ? ഗവൺമെന്റ് ഇതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? എത്ര ആളുകൾ അവർക്ക് വേണ്ട സാമ്പത്തികമായ സഹായങ്ങൾ നൽകി. ഫുഡ് കൊടുത്തു, ക്ലോത്തുകൾ ധരിച്ചു കൊടുത്തു, അല്ലെ? അപ്പൊ അവരെന്താണ്? നമുക്ക് വീണ്ടെടുക്കണം, വീണ്ടെടുക്കുക. അടിയന്തര സാഹചര്യങ്ങൾ, ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ എല്ലാ മാനുഷിക വശങ്ങളും പരിഗണിച്ചുകൊണ്ട് വേണ്ടേ? മെഡിസിനും എല്ലാ മാനുഷിക വശങ്ങളും പരിഗണിച്ചുകൊണ്ട് റിസോഴ്സുകൾ, അല്ലെ? റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരും, അല്ലെ? ഫുഡ് വേണം, ക്ലോത്ത് വേണം, മെഡിസിൻ വേണം, അവർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വേണം, അല്ലെ? റിസോഴ്സുകളുടെയും ഉത്തരവാദിത്തങ്ങളും, അല്ലെ? അത് മറ്റുള്ളവർ ഉത്തരവാദിത്തമാണോ? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് അവരെ വീണ്ടെടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അല്ലെ? ഉത്തരവാദിത്തങ്ങളുടെയും ഓർഗനൈസേഷനെയും മാനേജ്മെന്റിനെയുമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയണോ? ഒന്നുകൂടെ പറയണം. ദുരന്തങ്ങളുടെ ആഘാതം, അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് കുറയ്ക്കുന്നതിനുള്ള തയ്യാറെടുപ്പ്, പ്രതികരണം, അവരെ വീണ്ടെടുക്കണം, അടിയന്തര സാഹചര്യങ്ങള്, എല്ലാ മാനുഷിക വിഷയങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള റിസോഴ്സുകൾ, അല്ലെ? വിഭവങ്ങൾ നൽകുക തുടങ്ങിയവരുടെ ഉത്തരവാദിത്തങ്ങളുടെയും എന്താണ് സംഘടനകളുടെയും മാനേജ്മെന്റിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡിസാസ്റ്റർ ഡെഫിനിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മിസ് പറഞ്ഞില്ലേ ഒരു ഡെഫിനിഷൻ ആണ് നിങ്ങൾ പറഞ്ഞത്. WHO പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസാസ്റ്ററിനെ കുറിച്ച് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. WHO defines disaster as any occurrence that causes damage, അല്ലെ? ഡാമേജ് എന്ന് പറഞ്ഞാല് നാശം, അല്ലെ? അവിടെ ഡിസ്ട്രപ്ഷന്റെ മുമ്പായിട്ട് എക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ എന്ന് കൊടുക്കാം കേട്ടാ. എക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻസ് മാത്രമുള്ള അതില് എക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഡിറ്റീരിയോറേഷൻ, ecological, okay. Deterioration of health and health services on a scale. അവിടെ ഒരു കോമ കൊടുത്തേ, അതൊരു പോയിന്റ് ആണ് കേട്ടാ. അതെ, on a scale അവിടെ ഒരു കോമ ഇടാ. Sufficient to warrant an extraordinary response from outside the scale. കഴിഞ്ഞിട്ട് സ്കെയിലിന് കൊടുത്തിട്ടില്ലേ? on a scale. അത് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടാം. Sufficient to warrant an extraordinary response from outside the affected community or area. എന്താണ് WHO എന്താണ് ഡിസാസ്റ്റർ ദുരന്തം എന്ന് പറയുന്നത്? എന്തിനെയാണ്? ഡാമേജ്, എന്തെങ്കിലും നാശങ്ങൾ വരുത്താം, അല്ലെ? നാശം. പാരിസ്ഥിതിക വിഘ്നം എന്താണ്? ഇക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ, പാരിസ്ഥിതിക വിഘ്നം. പിന്നെ എന്താണ്?
മനുഷ്യജീവന്റെ നഷ്ടം, ഹ്യൂമൻ ലൈഫ്, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. പിന്നെ എന്താണ് ഡിറ്റീരിയറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ് ഓൺ എ സ്കെയിൽ. എന്താണ് ആരോഗ്യ സേവനങ്ങളുടെ തകർച്ച, സ്കെയിലിലെ അപചയം, അതായത് തകർച്ച സംഭവിക്കുക. പിന്നെ എന്താണ് ബാധിത, ആ ഡിസാസ്റ്റർ ബാധിച്ച സമൂഹത്തിനോ അല്ലെങ്കിൽ ആ പ്രദേശത്തിനു പുറത്തു നിന്നുമുള്ള ആളുകളുടെയോ അസാധാരണമായ പ്രതികരണം ഉണ്ടാക്കുന്ന ഏതൊരു സംഭവത്തെയും എന്ത് പറയുന്നു? ദുരന്തങ്ങൾ എന്ന് പറയുന്നു, അല്ലെ? ഇപ്പൊ ഒരു റിയോട്ട്സ്, കലാപങ്ങൾ സംഭവിക്കാണ് ഒരു ഏരിയയിൽ, ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ കലാപങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് ആ കമ്മ്യൂണിറ്റിനെ മാത്രമാണ് ബാധിക്കുന്നത്? അവർ മാത്രമാണോ റെസ്പോണ്ട് ചെയ്യുന്നത്? അല്ല, അല്ലെ? അതിന് പുറത്തു നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യും? അസാധാരണമായ വിധം, അല്ലെ? നമുക്ക് പറഞ്ഞറിയിക്കാത്ത വിധം പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കോ? അതോ മിണ്ടാണ്ടിരിക്കോ? ഉണ്ടാക്കും, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് പറയുന്നു? ദുരന്തങ്ങൾ, ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ അത്? ഓക്കെ. നെക്സ്റ്റ്, ഡിസാസ്റ്റേഴ്സ്. രണ്ട് തരം ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഇന്റേണൽ ഡിസാസ്റ്റർ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്ത് വെച്ച് ഓപ്പൺ ആയിട്ടുള്ള പ്ലേസുകളിൽ നടക്കുന്നതാണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ്. ഇന്റേണൽ എന്ന് പറയുന്നത് ഒരു 4 ചുമരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ഇതിന്റെ ഉള്ളിൽ വെച്ച്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ 2 എണ്ണം പറഞ്ഞിട്ടുള്ളൂ കേട്ടാ. ഇന്റേണലും എക്സ്റ്റേണലും പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നോക്കിയേ, മേജർ ഇല്ല. ഇന്റേണലും എക്സ്റ്റേണലും ഉള്ളൂ. മേജർ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് നെക്സ്റ്റിൽ പറയുന്നത് കേട്ടാ. ഇതിൽ നിങ്ങൾക്ക് എക്സ്റ്റേണലും ഇന്റേണലും ഉള്ളൂ. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് പുറത്ത്, പ്രകൃതി, അതായത് പുറമേ നടക്കുന്നത്. ഇന്റേണൽ എന്ന് പറഞ്ഞാല് 4 ചുമരുകളിൽ ഒരു അതിർത്തി, ഒരു പർട്ടിക്കുലർ ഒരു ഇതിൽ മാത്രം വെച്ച് നടക്കുന്നത്. ട്രെയിൻ ആക്സിഡന്റ്, അതെന്താണ്? എക്സ്റ്റേണൽ ആണ്, അല്ലെ? പുറത്ത് വെച്ച് നടക്കുന്നതല്ലേ? ബോട്ട് ആക്സിഡന്റ്, അതും എക്സ്റ്റേണൽ ആണ്. കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്, അല്ലെ? അത് റോട്ടിൽ വെച്ച് നടക്കുന്നതാണ്, അല്ലെ? ചിലപ്പോ എന്താണ് അതിന് ചുറ്റുപാടുമുള്ള എന്താണ് വണ്ടികൾക്ക് തീ പിടിക്കുക, അല്ലെ? അല്ലെങ്കിൽ 1-2 വണ്ടികൾ ആക്സിഡന്റിൽ പെടാം, അല്ലെ? അപ്പൊ കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റുകള്, എക്സ്പ്ലോഷൻ, ഫ്ലഡ്, എന്തൊക്കെയാണ്? അതൊക്കെ എക്സ്റ്റേണൽ ആണ്, അല്ലെ? നാച്ചുറൽ ഫ്ലഡ് ഒക്കെ എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്, അല്ലെ? എക്സ്പ്ലോഷൻ, സ്ഫോടനങ്ങള്. നെക്സ്റ്റ്, എയ്റോപ്ലെയിൻ ആക്സിഡന്റ്. എയ്റോപ്ലെയിൻ ആക്സിഡന്റുകള്, വിമാന അപകടങ്ങള്. നെക്സ്റ്റ്, ടോർണാഡോ. ടോർണാഡോ എന്ന് പറഞ്ഞാൽ എന്താ? ചുഴലിക്കാറ്റ്, അല്ലെ? ചുഴലിക്കാറ്റ്. സൈക്ലോൺ കേട്ടിട്ടുണ്ടോ? സൈക്ലോൺ, ടോർണാഡോ. സുനാമി, എർത്ത് ഭൂകമ്പങ്ങള്, സുനാമികള്. പിന്നെ മാൻമേഡ് ഡിസാസ്റ്റർ ലൈക്ക് റിയോട്ട്സ്, മാൻമേഡ് മനുഷ്യനിർമ്മിതമായ കലാപങ്ങൾ. റിയോട്ട്സ് എന്ന് പറഞ്ഞാല് കലാപങ്ങൾ. ഇതൊക്കെ എന്താണ്? എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, ഇന്റേണൽ ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇന്റേണൽ ഡിസാസ്റ്റേഴ്സ്. ഇന്റേണൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾ ബോംബ് ത്രെഡ്. ചിലപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലാക്കും ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രെയിനിന്റെ അകത്തായിരിക്കും അവർ ബോംബ് വെക്കുന്നത്, അല്ലെ? അങ്ങനെയല്ലേ? ഒരു പർട്ടിക്കുലർ ഒരു ഏരിയയിലല്ലേ ബോംബ് ത്രെഡ് പറയുന്നത് അവര്? അപ്പൊ ബോംബ് ത്രെഡ്, ഫയർ, തീപിടുത്തം ഉണ്ടാവുന്നത്. മെഡിക്കൽ ഗ്യാസ് ലീക്ക്, അതൊക്കെ എന്താണ്? മെഡിക്കൽ ഗ്യാസ് ലീക്ക് ഒക്കെ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും, അല്ലെ? മെഡിക്കൽ ഗ്യാസ് ലീക്കേജ് സംഭവിക്കുന്നത്. ഫയർ സംഭവിക്കുന്നതിൽ ചിലപ്പോ ഒരു റൂമിന്റെ ഉള്ളിലായിരിക്കും ഫയർ സംഭവിക്കുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇന്റേണൽ ഡിസാസ്റ്റേഴ്സ്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്.
നെക്സ്റ്റ് മേജർ ഡിസാസ്റ്റേഴ്സ്. മേജർ ആയിട്ട് പറയുന്ന ഡിസാസ്റ്റേഴ്സ് ഏതെല്ലാമാണ്? മേജർ ആയിട്ട് നിങ്ങൾ കേട്ടേക്കുന്ന ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? അടുത്തിടെ കേട്ട, അടുത്തിടെ മീൻസ് പറയാം. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേട്ടിട്ടുണ്ടോ? ഭോപ്പാൽ വാതക ദുരന്തം എവിടെ? ഭോപ്പാലിൽ നടന്നതാണ് അല്ലെ? എന്താ സംഭവിച്ചേ? എന്നാ സംഭവിച്ചേ അറിയോ? നമ്മ എപ്പോഴും കാണുന്നതൊക്കെയാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അല്ലേ? ഫാക്ടറിയിലേക്ക്. ഓക്കെ. 1984 ഡിസംബർ 2, 3 തീയതികളില് എന്താണ്? മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പ്ലാന്റിൽ ഉണ്ടായ ഒരു രാസ അപകടത്തെയാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്. 1980 നിങ്ങൾക്ക് പഠിക്കാൻ കേട്ടാ മിസ്, നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. 1984 ഡിസംബറിലെ 2, 3 തീയതികളില് മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ എന്ന പ്ലാന്റിൽ ഉണ്ടായ രാസാപകടമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. എന്താ സംഭവിച്ചേ? ഉയർന്ന വിഷവാതകമായ മീഥൈൽ ഐസോസൈനേറ്റ്, സൈനൈഡ് എന്നുള്ള സൈനൈറ്റ് എന്ന വാതകം ലീക്ക് ആയിപ്പോയി അല്ലേ? ചോർച്ച സംഭവിച്ച് അതെന്ത് ചെയ്യുന്നുണ്ട്? അതിന് ചുറ്റുപാടുമുള്ള ആ ഫാനില് ചുറ്റുപാടുമുള്ള ആളുകൾ ഇത് ശ്വസിക്കാനിടയായി അല്ലേ? ആണോ? അങ്ങനെ ഉണ്ടായ അപ്പൊ അതെന്ത് ചെയ്ത് ഇവിടെ ഒരുപാട് പേർക്ക് മരണം സംഭവിക്കുകയും ഒരുപാട് പേർക്ക് അതുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്തു. ഇതിനെയാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്. എത്ര പേര് എഫക്ട് ചെയ്തിട്ടുണ്ട്? എഫക്റ്റഡ് 2 lakh people, 2 ലക്ഷം ആളുകൾ ഇത് ബാധിച്ചു. എത്ര പേർക്ക്? 3000 lives lost. എന്താണ്? 3000 പേർക്ക് ജീവൻ നഷ്ടമായി, മരണം സംഭവിച്ചു. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് സൈക്ലോൺ. സൈക്ലോൺ എന്ന് പറഞ്ഞാല് ആന്ധ്രാപ്രദേശില് ആൻഡ് ഒറീസ, ആന്ധ്രാപ്രദേശിലും 1984 ഡിസംബർ 2, 3 തീയതിയില്. ക്ലിയർ ഒന്നും പഠിക്കാനില്ല കേട്ടാ. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മിസ് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞെത്താണെന്നുള്ളൂ. അതിന്റെ ഈടൊന്നും ചോദിക്കില്ല കേട്ടാ. സൈക്ലോൺ ഇൻ ആന്ധ്രാപ്രദേശിലും ഒറീസയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ 2 വർഷം കൂടുമ്പോൾ സൈക്ലോൺ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് വീശുന്നു. ക്ലൈമഡ് 25,000 ലൈഫ്സ്. എന്താണ്? ഓരോ 2 വർഷം കൂടുമ്പോഴും ആന്ധ്രാപ്രദേശിലും ഒറീസയിലുമുള്ള ജനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? സൈക്ലോൺ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ബാധിക്കുന്നു. 25,000 പേർക്ക് അത് എന്തുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എർത്ത്ക്വേക്സ് ഇൻ ലാത്തൂർ ഇൻ മഹാരാഷ്ട്ര. 1993 മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ ഉണ്ടായിരുന്ന എർത്ത്ക്വേക്സ്. ഇതെന്താണ്? ഒരു മേജർ അപകടമാണ്, മേജർ ഡിസാസ്റ്റർ ആണ്. നെക്സ്റ്റ് സുനാമി അല്ലെ? സുനാമി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? ഡിസംബർ 26, 2004 കേട്ടിട്ടുണ്ടോ നിങ്ങൾ സുനാമി? അല്ലെ? സൗത്തേൺ ഇന്ത്യ കോസ്റ്റ് ലൈൻ 26 ഡിസംബർ 2004 ഡിസംബർ 26 തീയതി സൗത്തേൺ ഇന്ത്യയില്, ദക്ഷിണേന്ത്യയില് വന്ന എന്താണ്? ഫ്ലഡ് പോലെ തന്നെ അല്ലെ? എന്താണ്? സുനാമി. ഇത് എത്ര പേര് മരിച്ചു പോയി? 10,273 പേർക്ക് മരണം സംഭവിക്കുകയും 2.39 lakhs അത്രയും പേർക്ക് എന്താണ്? ഹോംലെസ്, വീടുകൾ നഷ്ടപ്പെടുകയും 27 ലക്ഷം ആളുകളെ അത് എഫക്ട് ചെയ്യുകയും ചെയ്തു. ക്ലിയർ ആയോ? മേജർ ഡിസാസ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് അധികം ചോദ്യം ഏതൊക്കെയാണെന്ന് ചോദിക്കാം എന്നല്ലാണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കില്ല കേട്ടാ. എത്ര പേർക്ക് മരണം സംഭവിച്ചു എന്നൊന്നും ചോദിക്കില്ല. നിങ്ങൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടാ. മേജർ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഏതെല്ലാമാണ്?
2004 ഡിസംബർ 26-ആം തീയതി ദക്ഷിണേന്ത്യയിൽ സംഭവിച്ച തീരപ്രദേശങ്ങളിൽ സംഭവിച്ച സുനാമിയിൽ 10,273 പേർക്ക് മരണം സംഭവിക്കുകയും 2,39,000 പേർക്ക് ഹോംലെസ് വീടുകൾ നഷ്ടമാവുകയും 27 ലക്ഷം ആളുകളെ എഫക്ട് ചെയ്യുകയും സാമ്പത്തികമായും ഹെൽത്തിലി അല്ലെ ആരോഗ്യപരമായും അവരെ എഫക്ട് ചെയ്യുകയും ബാധിക്കുകയും ചെയ്തു. ചിലർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു അല്ലെ. ക്ലിയർ ആയോ? ഇത്രയും ഭാഗം ഓക്കെ ആണോ എല്ലാവർക്കും? എങ്ങനെയുണ്ട് ചാപ്റ്റർ? എങ്ങനെയുണ്ട്? ഓക്കെ. നെക്സ്റ്റ് ഡിസാസ്റ്റർ പാരഡിഗ്മ, മാതൃക. ഡിസാസ്റ്റർ കുഴപ്പമില്ല അല്ലെ? ഓക്കെ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കുറെ ഇതിൽ പറയുന്നത്. ഇനി പാരഗ്രാഫ് ഒക്കെ തരുമ്പോ നിങ്ങൾക്ക് കുറച്ച് വായിക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് ചേരുമ്പോ ഇതില് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പ്ലാൻ ചെയ്യേണ്ടത്, അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് കമ്മിറ്റി ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട് അല്ലെ. എമർജൻസി പ്ലാനുകൾ അവർ തയ്യാറാക്കുന്നുണ്ട്. വേണ്ടേ? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ എന്താണ്? ഹോസ്പിറ്റലുകളുടെ സിറ്റുവേഷൻ എന്തായിരിക്കും? ആ ഡിസാസ്റ്റർ സംഭവിച്ച സ്ഥലത്ത് ഹോസ്പിറ്റലുകളുടെ സിറ്റുവേഷൻ എന്തായിരിക്കും? ഒരു ട്രെയിൻ ആക്സിഡന്റ് സംഭവിച്ചു. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ എങ്ങനെയായിരിക്കും അവരുടെ സിറ്റുവേഷൻ? ബിസി ആവും അല്ലെ. അവിടെ എന്ത് ചെയ്യും? നോർമൽ കണ്ടീഷനിൽ എന്ത് ചെയ്യും? അവിടെ ഒരുപാട് ആളുകളെ കൊണ്ടുവരും അല്ലെ. അപ്പൊ അവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് അതിന് വേണ്ട എക്യുപ്മെന്റ്സുകൾ വേണം അല്ലെ, മെഡിസിനുകൾ വേണം അല്ലെ, സ്റ്റാഫുകൾ വേണം. വേണ്ടേ? അപ്പൊ അവിടെ എന്ത് വരും? ഒരു എമർജൻസി സിറ്റുവേഷൻ രൂപപ്പെടുന്നു അല്ലെ. ആണോ? ആണ്. അപ്പൊ അതിനു വേണ്ടി അവർ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാല് അവിടെ എന്ത് വേണം? മോർ ഡോക്ടേഴ്സ് വേണം, സ്റ്റാഫുകൾ വേണം, അതിനുവേണ്ട എക്യുപ്മെന്റ്സുകൾ വേണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി അവർ എന്ത് ചെയ്യുന്നു? പ്ലാനുകൾ തയ്യാറാക്കുന്നു, എമർജൻസി പ്ലാനുകൾ തയ്യാറാക്കുന്നു. അതൊക്കെയാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. പരമാവധി സിമ്പിൾ ആക്കി നിങ്ങൾക്ക് തരാം, നോക്കാം നമുക്ക് കേട്ടോ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ബൈ. Okay, thank you all.